CP ജോൺ സാറേ, VD സതീശൻ സാറേ, ഞങ്ങൾ ചോദിച്ചോ ആ സൗജന്യം? താലത്തിൽ വെച്ച് തന്നിട്ട് പച്ചയ്ക്ക് പറയുന്നു, ഇങ്ങനെയാണെങ്കിൽ ജനം കട്ടക്കലിപ്പിൽ രംഗത്തിറങ്ങും. പൈസ ഇല്ലാത്ത KSRTC ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുമെന്ന്, എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കുമെന്ന് മന്ത്രി CP ജോണിന്റെ പരാമർശം വിവാദത്തിലാകുമ്പോൾ സർക്കാരിനോടും ഗതാഗത മന്ത്രിയോടും ഒരു ചോദ്യം. കേരളത്തിലെ സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾക്ക് സൗജന്യയാത്ര വേണമെന്ന്. നിങ്ങൾ പ്രകടന പത്രികയിൽ പ്രിയദർശിനി എന്ന വെണ്ടയ്ക്ക വലിപ്പത്തിൽ അച്ചടിച്ചു, വിതരണം ചെയ്തു. കേരളത്തിലെ നല്ലൊരു വിഭാഗം സ്ത്രീകളും വോട്ട് ചെയ്തു, അധികാരത്തിലെത്തിച്ചു. മുൻഗണന നിശ്ചയിക്കേണ്ടത് നിങ്ങളല്ലേ, അല്ലാതെ ഞങ്ങളാണ്. കാശുള്ളവർ കയറേണ്ടെന്ന് ആദ്യമേ തീരുമാനിക്കണമായിരുന്നു. കാശില്ലാത്തവർക്ക് സൗജന്യ യാത്ര പരിമിതപ്പെടുത്തണമായിരുന്നു. ഇപ്പോഴത്തെ എല്ലാം ചെയ്തു വെച്ചിട്ട് കേരളത്തിലെ സ്ത്രീകളെ പച്ചയ്ക്കങ്ങ് അപമാനിക്കാമെന്ന് കരുതിയോ? പ്രിയദർശിനിയിൽ കയറുന്ന സ്ത്രീകൾക്കെതിരെ മന്ത്രി CP ജോൺ എന്താണ് പറയുന്നത്? പറഞ്ഞത് പിന്നീട് മാറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും, കുട്ടികളെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്വകാര്യ സ്കൂളിൽ, അങ്ങനെ പറഞ്ഞു പോവുകയാണ്. മന്ത്രിയോട് ഒരു ചോദ്യം കൂടി. കേരളത്തിലെ പല പ്രമുഖരുടെയും, പ്രത്യേകിച്ച് മന്ത്രിമാരുടെ അടക്കം മക്കളും കൊച്ചുമക്കളുമൊക്കെ ഫീസ് കൊടുക്കുന്ന സ്വകാര്യ സ്കൂളിലും വിദേശത്തുമൊക്കെ പഠിക്കുന്നില്ലേ? നിങ്ങൾ സൗജന്യ യാത്ര ഒരുക്കി തന്നു എന്ന് കരുതി ഞങ്ങളുടെ മക്കൾക്ക് സ്വകാര്യ സ്കൂളിൽ പഠിക്കാൻ പറ്റില്ലെന്നാണോ? ഏതായാലും VD സതീശൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞേ മതിയാകും. KSRTCക്ക് ബാലാരിഷ്ടതകൾ ഇപ്പോഴും മാറിയിട്ടില്ലെങ്കിൽ അതൊക്കെ മാറ്റാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്, അല്ലാതെ സ്ത്രീകളുടെ മേൽ കുതിര കയറരുത്. KSRTC പ്രിയദർശിനിയിൽ സൗജന്യമായി യാത്ര ചെയ്യുന്ന സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതിന് പകരം KSRTCയെ കട്ടപ്പുറത്താകാതെ രക്ഷിക്കണം സാർ. മറ്റൊരു കാര്യം കൂടി, കേരള പ്രൈവറ്റ് ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ വച്ചാണ് ഗതാഗത മന്ത്രിയുടെ വിവാദ പരാമർശം എന്നതുകൂടി പറയാതെ വയ്യ. പ്രിയദർശിനി വന്നതോടെ സ്വകാര്യ ബസ്സുകളുടെ പ്രവർത്തനം പലയിടത്തും താറുമാറായി എന്ന വാർത്ത കണ്ടു. അതേ കേരളത്തിൽ അവരുടെ മുന്നിൽ പോയി ഇങ്ങനെയൊക്കെ പറയാമോ സഖാവേ? അതും രാജ്യത്തെ തന്നെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ CP ജോണിനെ വിശേഷിപ്പിക്കുന്നവരുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ പറയാമോ? കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറുന്ന സ്ത്രീകൾ അവരുടെ മക്കളെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്വകാര്യ സ്കൂളിലാണെന്നും, അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകാതെ ഗവൺമെന്റ് ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുകയാണെന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്. അല്ല, ഒരു സംശയം, എല്ലാവർക്കും മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും പോലെയൊക്കെ വിദേശത്ത് ചികിത്സയ്ക്ക് പോകാൻ പറ്റുമോ? അതോ മുന്തിയ ആശുപത്രിയിൽ പോകാൻ പറ്റുമോ? പറ്റില്ല. ജീവിതത്തിന്റെ ബജറ്റ് അതിനെ അനുവദിക്കില്ലെന്നേ. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ മന്ത്രിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പക്ഷെ ഞങ്ങൾ സാധാരണക്കാർക്ക്, മിഡിൽ ക്ലാസ്സുകാർക്ക്, ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും ബിഹേവിയർ ഇല്ല സാർ. പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യമാണുള്ളത്. അതാണ് തിരക്കുള്ള ബസ്സിൽ തള്ളിക്കയറുന്നതും സർക്കാർ ആശുപത്രിയിൽ പോയി വരാന്തയിൽ ക്യൂ നിൽക്കുന്നതുമൊക്കെ. പാവപ്പെട്ടവനായി പണക്കാരൻ അഭിനയിക്കുന്നുവെന്ന്, പരമദരിദ്രനായി അഭിനയിക്കുന്നു, അഭിനയം എന്നാൽ ചെറിയ കാര്യമല്ല എന്നൊക്കെയാണ് മന്ത്രി തട്ടിവിടുന്നത്. ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളുകളിലേക്ക് കുട്ടികളെ അയക്കുന്നു. സർക്കാർ സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുമ്പോഴും ഫീസ് കൊടുക്കേണ്ടാത്ത സ്കൂളുകളിൽ പോകാതെ പ്രൈവറ്റ് സ്കൂളുകളിൽ അയക്കുന്നു. അസുഖം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് ഗവൺമെന്റ് ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുന്നു. എന്തൊക്കെ കേൾക്കേണ്ടി വരും കേരളത്തിലെ സ്ത്രീകൾ ഇനിയും ഈ ജനകീയ സർക്കാരിൽ നിന്ന്? പൊതുജനത്തിനെ കൊണ്ട് പറയിപ്പിക്കണോ സഖാവേ VD സതീശൻ മുഖ്യ? പൊതുഗതാഗതം, പൊതുജനാരോഗ്യം, പൊതുവിദ്യാഭ്യാസം, ഈ 3 കാര്യങ്ങളിൽ കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നു എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്. അതിശയമല്ല CP സാറേ, ആശ്രയം. പ്രിയദർശിനി വന്നപ്പോൾ നിങ്ങളുടെ ബസ് വിട്ട് പ്രിയദർശിനി കാത്തുനിന്ന് തിക്കിത്തിരക്കി ആളുകൾ പോകുന്നു. ഇതിന്റെ കാരണം നിങ്ങളോടുള്ള വിരോധമോ എന്നോടുള്ള സ്നേഹമോ അല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ കുടുംബിനികൾക്ക് കയ്യിൽ കാശില്ല എന്ന യാഥാർത്ഥ്യമാണെന്ന്. ഇത് പറയുന്നത് ആര്? ഗതാഗത മന്ത്രി. അതും ആരോടാണ് പറയുന്നത്? കേരള പ്രൈവറ്റ് ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷന് മുന്നിലാണ് മന്ത്രിയുടെ പ്രസംഗം. അവരുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട. പ്രിയദർശിനി വന്നതോടുകൂടി സ്വകാര്യ ബസ്സുകൾ പ്രതിസന്ധിയിലാണെന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ഏതായാലും എല്ലാം കൊണ്ടും കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കുകയാണോ സർക്കാരും മന്ത്രിയും? കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കുന്നതാണ് മന്ത്രിയുടെ പ്രസംഗമെന്ന് CPM നേതാവും മഹിളാ അസോസിയേഷൻ ദേശീയ നേതാവുമായ PK ശ്രീമതി അടക്കം നിരവധി പേർ ആരോപിച്ചു കഴിഞ്ഞു. വിവാദ പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുമ്പോൾ മന്ത്രി മലക്കം പറഞ്ഞ് രംഗത്ത് വന്നിട്ടുമുണ്ട്, ന്യായീകരിച്ച് രംഗത്തുണ്ട്. സ്ത്രീകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്നും കേരളത്തിലുള്ളവർ ദാരിദ്ര്യം അനുഭവിക്കുന്നതായി അഭിനയിക്കുന്നു എന്നും താൻ പറഞ്ഞിട്ടില്ലെന്നുമാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത്. യാത്ര ചെയ്യാൻ പോലും കഴിവില്ലാത്ത, സാമ്പത്തികമില്ലാത്ത സ്ത്രീകളുണ്ട്. അത് മനസ്സിലാക്കാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിഞ്ഞില്ലെങ്കിൽ അത് അവരുടെ വീഴ്ചയാണ്. ഇനി നിങ്ങൾ പറയൂ, സർക്കാർ ഈ വിഷയത്തിൽ നിലപാട് പറയണ്ടേ? മന്ത്രി പറഞ്ഞ ഈ ന്യായീകരണം മതിയോ? നിങ്ങൾ പറയൂ.